സ്നേഹയുമായി അവന്തിക വക്കീലിന്റെ അടുത്ത് പോകാൻ നിൽക്കുകയാണ്. സ്നേഹയുടെ മനസ്സ് മാറ്റുന്നതെല്ലാം അവന്തിക തന്നെ. ശേഷം കാണിക്കുന്നത് രാവിലെ ആയപ്പോൾ കുഞ്ഞിന് ഡ്രസ്സൊക്കെ ആയിട്ട് വരികയായിരുന്നു അർച്ചന. അവന്തികയും സ്നേഹയും ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരികയാണ്. സ്നേഹേ, നീ ഇവരുടെ കൂടെ എവിടേക്കാണ് പോകുന്നത് എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. എന്റെ കൂടെ ഇവൾ വരുന്നതിന് നിനക്കെന്താ? ഇവൾ എന്റെ ഭർത്താവിന്റെ സഹോദരിയാണ് എന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. ആ ബന്ധം തന്നെയാണല്ലോ എനിക്ക് ഇവളോടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ എവിടേക്കാണെന്ന് ചോദിച്ചതെന്ന് അർച്ചന പറയുന്നു. അപ്പോൾ സ്നേഹ പറയുന്നു, ഞാൻ എവിടേക്ക് പോയാലും നിങ്ങൾക്ക് എന്താണ് കാര്യം? അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, അത് എന്നെ ബാധിക്കുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവര് പറയുന്നത് കേട്ട് നീ തുള്ളാൻ നിൽക്കണ്ട. അത് നിനക്ക് നല്ലതിനല്ല. നിന്റെ കാര്യം എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പക്ഷേ നിങ്ങളുടെ ഒരു കാര്യവും ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. അത് ഞാൻ സമ്മതിക്കില്ല എന്നും നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം. പക്ഷേ അതിന് നിന്ന് തരാൻ എന്നെ കിട്ടില്ല. സേതുമാധവന്റെ മകളാണ് ഞാൻ. അച്ഛനുള്ള അതേ വാശി എന്റെ രക്തത്തിലും അലിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നും സ്നേഹ പറയുന്നു. നിനക്ക് ഈ വീട്ടിൽ എന്തുമാകാം, ആരെയും ഭരിക്കാം, ആരെയും ചോദ്യം ചെയ്യാം, വേണമെങ്കിൽ ഇതുപോലെ ഇൻസൾട്ട് ചെയ്യാം. ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. മറ്റുള്ളവർ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് കുറ്റം. നീ ആരാടി? ഈ വീട്ടിലെ മൂത്ത മരുമകൾ ഞാനാണ്. അതിന്റെ താഴെയാണ് നിന്റെ സ്ഥാനം. അത് മറക്കണ്ട എന്ന് അവന്തിക പറയുമ്പോൾ സ്നേഹ അർച്ചനയോട് പറയുന്നുണ്ട്, അച്ഛനെ കൂട്ടുപിടിച്ചുള്ള നിങ്ങളുടെ ഒരു നാടകവും ഇനി നടക്കാൻ പോകുന്നില്ല എന്ന്. ഇത് കേട്ട് അർച്ചന പറയുന്നു, ഞാൻ അച്ഛനെ കൂട്ടുപിടിച്ച് ഒന്നും ചെയ്തിട്ടില്ല. നീ മകളായിരിക്കാം, ഞാൻ മരുമകളായാലും എന്റെ സ്വന്തം അച്ഛനായിട്ടാണ് കണ്ടിട്ടുള്ളത്. തിരിച്ച് അതേ സ്നേഹവും വാത്സല്യവുമാണ് അച്ഛൻ കാണിക്കുന്നത്. അതിൽ ആരും അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് അർച്ചന പറയുന്നു. എനിക്ക് നിങ്ങളോട് അസൂയയോ? അസൂയപ്പെടാനും മാത്രം പണമോ പ്രതാപമോ സൗന്ദര്യമോ അതോ കുടുംബ മഹിമയോ എന്താണ് നിങ്ങൾക്കുള്ളത് എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സ്നേഹയോട് അവന്തിക പറയുന്നുണ്ട്, ഇവളോട് എന്തിനാ കൂടുതൽ സംസാരിക്കുന്നത്? നീ വന്നേ, പൊയ്ക്കോ. അല്ലെങ്കിലും ആളുകളുടെ കൂടെ നടന്ന് ചതിച്ചു കുഴിയിൽ വീഴ്ത്തുന്നതാണല്ലോ നിങ്ങളുടെ ശീലം. നാളെ ഇവളും ഏതെങ്കിലും കുഴിയിൽ വീഴും. അപ്പോൾ കിടന്ന് നിലവിളിക്കരുത്, രക്ഷിക്കണേ എന്ന് പറഞ്ഞ്. ഇവരുടെ കൂടെ നീ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു 100 വട്ടം ചിന്തിച്ചിട്ട് വേണം എന്ന് അർച്ചന സ്നേഹയോട് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ സാരോപദേശം കേൾക്കണമെന്നില്ല. ആരുടെ കൂടെ പോകണം, എങ്ങോട്ട് പോകണം, എന്തിനു പോകണം എന്ന് നന്നായിട്ട് ചിന്തിക്കാനുള്ള കഴിവും ബോധവും ഒക്കെ എനിക്കുണ്ട്. അല്ല, എന്നോട് ചോദിക്കാനും ഉപദേശിക്കാനും നിങ്ങൾ ആരാ? എന്റെ അമ്മയോ അതോ അമ്മായിയോ? മേലാൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ എന്റെ പിന്നാലെ വന്നേക്കരുത്. ഏട്ടത്തി വാ എന്ന് പറഞ്ഞ് അവന്തികയും കൂട്ടി പോവുകയാണ് സ്നേഹ. എന്നിട്ട് തിരിഞ്ഞ് ഒന്നുകൂടി നോക്കുന്നുണ്ട്. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാം. ഞാനിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് താമസിയാതെ തന്നെ മനസ്സിലായിക്കോളും എന്ന് പറഞ്ഞ് സ്നേഹയും അവന്തികയും പോകുന്നു. അവന്തിക അർച്ചനയെ നോക്കി ഒരു പുച്ഛത്തോടെയുള്ള ചിരിയും ചിരിച്ചിട്ടാണ് പോകുന്നത്. ഇത് കണ്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന. അർച്ചനയുടെ അരികിലേക്ക് കമലയും മാഷും കൂടി വന്നിരിക്കുന്നു. കമല കുഞ്ഞിന് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കൂടെ ആതിരയും നിൽപ്പുണ്ട്. കുഞ്ഞിനെ എടുത്ത് സ്നേഹിക്കുകയാണ് രണ്ടുപേരും. അർച്ചനയുടെ കുഞ്ഞിനെ താലോലിക്കാൻ മത്സരിക്കുകയാണ് രണ്ടുപേരും. പിന്നെ കുഞ്ഞിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ശിവേട്ടൻ എന്തോ പേരിട്ടിരുന്നു, പക്ഷെ അത് എന്താണെന്ന് എനിക്കറിയില്ല എന്ന് അർച്ചന പറയുന്നു. അതെന്തായാലും വേണ്ട, നമുക്ക് നമ്മുടെ കുഞ്ഞിന് പേരിടാം അല്ലേ മോളെ എന്നൊക്കെ കമല പറയുന്നു. എളുപ്പത്തിന് ഇപ്പോൾ ആതിര പറഞ്ഞ പേരാണ് വിളിക്കുന്നത്, മാളു എന്ന്. മാളുവും മാലുവും കൊള്ളാലോ അതെന്ന് മാഷ്. ഇനി മറ്റൊരു നല്ല പേര് കൂടി വേണം, നമുക്ക് രമ്യെന്ന് ഇട്ടാലോ എന്ന് മാഷ് ചോദിക്കുമ്പോൾ ആതിര പറയുന്നു, രമ്യോ? പേരൊക്കെ നല്ലതാണ്, പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും ഇങ്ങനെയുള്ള പേരുകൾ ഇടാറില്ലച്ചാ. എങ്കിൽ രേഷ്മയെന്നായാലോ? അല്ലെങ്കിൽ വേണ്ട, ഗ്രീഷ്മയെന്നിടാം എന്ന് മാഷ് പറയുമ്പോൾ കമല പറയുന്നു, ഇത് നമ്മൾ ഇവർക്കിടാൻ വേണ്ടി നോക്കിയ പേരുകളല്ലേ, ഇതൊക്കെ ആ സമയത്തെ പേരുകളാണ്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പേരുകൾ ആരും തന്നെ ഇടാറില്ല. കുഞ്ഞിനുള്ള പേര് അത് അർച്ചനയും സച്ചിയും കൂടി ഇട്ടോളുമെന്ന് കമല പറയുന്നു. അതെ, ഒരു പേരും കിട്ടിയില്ലെങ്കിൽ ലക്ഷ്മി എന്ന് ഇട്ടാൽ മതിയെന്ന് മാഷ് അർച്ചനയോട് പറയുന്നു. എന്റെ മാഷെ മതി, അതൊന്ന് വിട്ടേ എന്ന് കമല മാഷിനോട് പറയുന്നു. അതൊക്കെ പോട്ടെ, അച്ഛൻ മാളുവിനെ കുറിച്ച് എന്തോ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്ന് ആതിര ആകാംക്ഷയോടെ ചോദിക്കുന്നു. അങ്ങനെ അവർ ഓരോന്നും പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുകയാണ്. എനിക്കറിയാം അച്ഛൻ എന്താണ് വന്നതെന്ന്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഓർത്ത് സമാധാനമില്ലാതെ വന്നതല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. സേതു എന്നിട്ട് എന്ത് തീരുമാനം പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞ തീരുമാനങ്ങൾ പറഞ്ഞു, പക്ഷേ അച്ഛൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സ്നേഹയുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ഭയം. ഇനി എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് ഓർത്തുള്ള ടെൻഷനാണ് എനിക്ക്. ഇതൊക്കെ ആരെങ്കിലും ആവശ്യപ്പെട്ടതാണോ അമ്മേ? അച്ഛന്റെ തീരുമാനമല്ലേ. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു. അർച്ചന താഴേക്ക് പോയി കുടിക്കാൻ അവർക്ക് ജ്യൂസ് എടുക്കുന്നു.
ഞങ്ങൾ വേറൊരു കാര്യം കൂടി പറയാനാണ് വന്നത്. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എന്റെയും അച്ഛന്റെയും കുടുംബവക കുറച്ച് സ്ഥലമുണ്ടല്ലോ. അനൂപിന്റെ ആവശ്യത്തിന് വേണ്ടി വിൽക്കാനിരുന്നതായിരുന്നു അത് അന്ന്. ആ സ്ഥലം നമുക്ക് 2 കുഞ്ഞുമക്കളുടെ പേരിലും എഴുതി വെക്കാം. മറ്റേ വീട് ആവണിമോളുടെ പേർക്കുണ്ടല്ലോ എന്നൊക്കെ കമല പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഇത് എന്താണമ്മേ? ഇവിടെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരം അവിടെ നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്ന് ചോദിക്കുന്നു. എന്റെ മോൾക്ക് ഒന്നും വേണ്ട. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാലുമോൾക്കും ആവണിമോൾക്കും കൊടുത്താൽ മതിയെന്ന് പറയുന്നു. ആതിരെ, നീ ഒന്നും കരുതേണ്ട. ഇവിടുത്തെ ഇവരുടെ സ്വത്ത് നീ ആവശ്യപ്പെടില്ല എന്ന് എനിക്കറിയാം. ചിലപ്പോൾ സ്നേഹയും അവന്തികയും അത് തരാൻ സമ്മതിക്കുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ഇല്ലാതായി പോകുമോ എന്നാ ഞങ്ങളുടെ പേടി. ഇത് കേട്ട് അർച്ചന പറയുന്നു, എന്നാൽ ആ പേടി വേണ്ട. എന്റെ കുഞ്ഞിനെ ആജീവനാന്തം ജീവിക്കാനുള്ളതും അതിൽ കൂടുതലും സച്ചിയേട്ടന്റെ അക്കൗണ്ടിലുണ്ട്. കുറെ നാൾ കഴിയുമ്പോൾ ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം. അതിനല്ലേ അച്ഛനും അമ്മയും ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചതെന്നും സ്വത്തിന്റെ പേരിൽ ഞാനും ആതിരയും ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്നും അതിൽ നിങ്ങൾക്കൊരു പേടിയും വേണ്ട എന്നും പിന്നെ അമ്മയോടായതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. എന്നെ ടെൻഷനാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്റെ മോളെ എനിക്ക് എത്ര വർഷം വളർത്താൻ സാധിക്കുമെന്നുള്ളത്. ചിലപ്പോൾ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അവളെ എനിക്ക് നഷ്ടപ്പെട്ടുമെന്നും വരാം. സ്നേഹയും അവന്തികേട്ടത്തിയും ഇവിടെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ ഉള്ളില് ഒരു പിടച്ചിലാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അവൾ എന്റെ സ്വന്തമല്ലെന്ന്. നാളെ ഒരു സമയത്ത് അവളെ ശിവരാമേട്ടൻ വന്ന് ചോദിച്ച് കൈ നീട്ടിയാൽ കയ്യിൽ വെച്ച് കൊടുക്കണ്ടേ? പിന്നീട് എന്റെ ജീവിതം എന്തായിരിക്കുമെന്ന് പോലും എനിക്കറിയില്ല. ആ ഭയത്തിലാണ് ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. അതിനിടയിൽ ഇതുപോലെ ഒരു കാര്യം എന്നെ ഇനി ബാധിക്കില്ല. ആർക്കും ഒന്നും പറഞ്ഞ് തളർത്താനും സാധിക്കില്ലെന്നും അർച്ചന. നീ മറ്റൊന്നും ആലോചിക്കണ്ട. അയാൾ തിരിച്ചു വരുമായിരുന്നെങ്കിൽ എന്നേ വന്നേനെ. ആ കുഞ്ഞിനെ അയാൾക്ക് ആവശ്യമില്ല. അതുകൊണ്ടല്ലേ അതിനെ അയാൾ ഉപേക്ഷിച്ചു പോയത്. മോളുടെ കുഞ്ഞ് മോളുടെ കൂടെ തന്നെ കാണും. ഇതിന്റെ പേരിൽ നീ കുടിച്ച കണ്ണുനീർ ഈശ്വരൻ കണ്ടിട്ടുണ്ട്. നീ അതൊക്കെ മറക്കണമെന്നും കമല പറയുന്നു. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. എങ്കിലും ചില കാര്യങ്ങൾ മറക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ഭീകരത നമ്മളെ തളർത്തി കളയില്ലേ? അങ്ങനെ ഒരു അവസ്ഥ എനിക്കുണ്ട് എന്നൊക്കെ അർച്ചന പറയുന്നു. ഇതേ സമയം കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാഷ്. കൂടെ ആതിരയും. അവിടേക്ക് ജ്യൂസുമായിട്ട് അർച്ചനയും കമലയും എത്തി. മോളെ, സമയം കിട്ടുമ്പോൾ വീട്ടിൽ വന്ന് നിൽക്ക്. അവിടെ അമ്പലത്തിൽ കുഞ്ഞിന് ചില പൂജകളും വഴിപാടുകളൊക്കെ ഉണ്ടെന്ന് മാഷ് പറയുന്നു. ഈ പ്രായത്തിൽ ഇനി എന്ത് പൂജയാണ്? കുഞ്ഞു കുറച്ചുകൂടി വലുതാകട്ടെ എന്ന് അർച്ചന. ഇതൊക്കെ മോളെ കിട്ടുന്നതിന് മുൻപ് ഞാൻ നേർന്നതാണ്. നിനക്കൊരു കുഞ്ഞിനെ കിട്ടിയാൽ പൂജകൾ നടത്തിക്കോളാമെന്ന്. അതുകൊണ്ട് അതിൽ ഒരു വീഴ്ചയും വിചാരിക്കണ്ട എന്ന് മാഷ് പറയുന്നു. ഇവിടെ വരുമ്പോൾ നീ മോളെയും കൊണ്ടുവാ. അതിനെയും നമുക്ക് ചേർത്ത് നമുക്ക് പൂജ ചെയ്യാമല്ലോ എന്ന് കമല പറയുന്നു. ഉറപ്പായിട്ടും വരുമെന്ന് ആതിര പറയുന്നു. മാഷിന്റെ മടിയിൽ കുഞ്ഞു മുള്ളിയിരിക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ട് അർച്ചന പോയ സമയം അർച്ചനയെ കുറിച്ച് സംസാരിക്കുകയാണ് മാഷും കമലയും ആതിരയും. ചില സമയത്ത് ചേച്ചിയും മോളെയും കണ്ടാൽ ഞാനും പ്രസവിച്ച എന്റെ മോളും തമ്മിൽ ഇത്രയും അടുപ്പം വന്നിട്ടില്ലാത്തതുപോലെ തോന്നും. സച്ചിയേട്ടനും അങ്ങനെയാണ്. കുഞ്ഞു കുഞ്ഞു എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ എപ്പോഴും. അത് പിന്നെ രണ്ടുപേരും അത്രയും ആഗ്രഹിച്ചതല്ലേ എന്നൊക്കെ കമല പറയുന്നു. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 10 മാസം നൊന്ത് പ്രസവിക്കണം എന്നില്ല ഒരമ്മയാവാൻ. അച്ചുചേച്ചിയെ പോലെ ഒരു അമ്മയെ കിട്ടിയത് ആ കുഞ്ഞിന്റെ ഭാഗ്യമാണ്. ആ ഭാഗ്യത്തെയാണ് ഞാൻ എന്റെ കുഞ്ഞിൽ നിന്നും അകറ്റി നിർത്തിയത്. ആര് പറഞ്ഞിട്ടായാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പാവം എന്റെ ചേച്ചി എന്നൊക്കെ ആതിര സങ്കടത്തോടെ പറയുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇനി ഒരു സന്ദർഭത്തിൽ അവളെ നീ വേദനിപ്പിക്കാതിരുന്നാൽ മതിയെന്ന് മാഷ് പറയുന്നുണ്ട്. ഇത് കേട്ട് കമല പറയുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. എന്ത് വന്നാലും നീ അവളോടൊപ്പം മാത്രമേ നിൽക്കാവൂ. ശേഷം കാണിക്കുന്നത് സ്നേഹയും അവന്തികയും ആ വക്കീലിനെയും കാത്ത് നിൽക്കുന്നതാണ്. കുറച്ചു നേരം കാത്തു നിന്നിട്ടും ഇതുവരെയായിട്ടും അഡ്വക്കേറ്റ് വന്നിട്ടില്ല. അഡ്വക്കേറ്റ് വെങ്കടേഷ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കും എന്നൊക്കെ അവന്തിക പറഞ്ഞു തീരുന്നതിന് മുൻപേ വെങ്കടേഷ് അവിടെ എത്തിയിരിക്കുന്നു. അവന്തികയോട് സംസാരിക്കുന്നുണ്ട് താമസിച്ചതിനെ പറ്റിയൊക്കെ. പിന്നെ ഇതാണല്ലേ സ്നേഹ, ഒരു പ്രശ്നമുണ്ട്. തൽക്കാലത്തേക്ക് നമുക്ക് സ്റ്റേ വാങ്ങിക്കാൻ കഴിയും, അതിൽ സംശയമില്ല. പക്ഷേ നിയമപരമായി അതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അച്ഛന്റെ സ്വത്ത് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൈമാറാം. മക്കൾക്ക് പോലും അതിൽ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അത് അച്ഛന്റെ മാത്രം സ്വാതന്ത്ര്യമാണെന്നും പറയുന്നു. സ്റ്റേ ചെയ്താലും വളരെ ഈസി ആയിട്ട് തന്നെ അവർക്കത് വെക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നും വക്കീൽ പറയുന്നു. അപ്പോൾ ഒരു വഴിയും ഇല്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നു. കുട്ടിയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മരിച്ചുപോയി. പക്ഷേ സ്വത്തുക്കൾ അമ്മയുടെ പേരിലായിരുന്നു. അമ്മയുടെ മരണശേഷമാണ് സ്വത്തുക്കൾ അച്ഛന്റെ പേരിലേക്ക് മാറ്റിയത് എന്ന് സ്നേഹ പറയുന്നു. വെങ്കടേഷ് പറയുന്നു, ഇതാണ് പോയിന്റ്. അച്ഛന്റെ സ്വത്ത് പോലെയല്ല മക്കൾക്ക് അമ്മയുടെ സ്വത്തിന്റെ അവകാശം. അമ്മയുടെ സ്വത്തുക്കൾക്ക് മക്കൾക്ക് ഒരേ അവകാശമാണ്. ഇനി ഏതെങ്കിലും മക്കൾ മരിച്ചുപോയാൽ തന്നെ അവരുടെ മക്കൾക്കും ഈ സ്വത്തിൽ തുല്യ അവകാശമായിരിക്കുമെന്നും മക്കളുടെ സമ്മതമില്ലാതെ രക്തബന്ധമില്ലാത്ത ആർക്കും തന്നെ കൈമാറാൻ സാധിക്കില്ല എന്നും അങ്ങനെ കൈമാറിയാൽ നിങ്ങൾ മക്കൾക്ക് തടയാൻ സാധിക്കുമെന്നും പറയുന്നു. കോടതിയിൽ ഉറപ്പായും സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു. എത്രയും പെട്ടെന്ന് സ്റ്റേ വാങ്ങിച്ചു തരണമെന്ന് അവന്തിക വക്കീലിനോട് പറയുന്നു. ഇതെല്ലാം മറ്റൊരാൾ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു.
ഒരു ദത്തുപുത്രിയെ കൊണ്ടുവന്നിരിക്കുന്നു. നെല്ലിശ്ശേരിയിലെ സ്വത്ത് അതിന്റെ പേരിൽ എഴുതി കൊടുക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ